സ്പെയിൻ ഫുട്ബോൾ ലോകത്തിന്റെ പുതിയ അധിപന്മാരായി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ വീഴ്ത്തിയാണ് സ്പെയിന്റെ കിരീടധാരണം. മത്സരത്തിലുടനീളം സമഗ്ര ആധിപത്യം പുലർത്തിയാണ് സ്പാനിഷ് ടീമിന്റെ ജയം. 93-ാം മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാർഡ് കിട്ടി എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ 10 പേരുമായാണ് അർജന്റീന കളിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എൽദോ പോൾ ചേരും. എൽദോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം. അതിൽ മെസ്സിയുടെ കണ്ണീർ, അർജന്റീനൻ കോച്ചിന്റെ കണ്ണീർ, അങ്ങനെ സ്പെയിൻ രണ്ടാം തവണ അല്ലെ കിരീട നേട്ടം. 2010 അന്ന് ദക്ഷിണാഫ്രിക്കയിലാണ് സ്പെയിൻ ഏറ്റവും ഒടുവിൽ കിരീടം നേടുന്നത്. അതായത് സ്പെയിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ കളിച്ച 2 ലോക ഫൈനലുകളിലും അവർ ജയിച്ചു. അതായത് 100% വിന്നിംഗ് റേറ്റ് ആണ് ഫൈനലിൽ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. എന്താണെങ്കിലും ലയണൽ മെസ്സി കരഞ്ഞു പോകുന്നതിൽ ഒരു ഫുട്ബോൾ ലോകത്തിന്റെ ഒരു സങ്കടമുണ്ട്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അത് 2ാം തവണയാണ്. 2016 അന്ന് കോപ്പ അമേരിക്ക തോറ്റപ്പോൾ ഇതേ വേദിയിൽ അതേ പുൽത്തകിടിയിൽ അയാൾ കരഞ്ഞു പോയിട്ടാണ് ഞാൻ വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. അവസാന മത്സരം വേണേ പറയാം അല്ലേ. പക്ഷേ എന്താണെങ്കിലും ഇതുവരെ അങ്ങനത്തെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പോൾ അതോട് കാത്തിരിക്കാൻ ലോക ഫുട്ബോളിൽ ലയണൽ മെസ്സി തുടരും എന്നുള്ള കാര്യത്തിൽ എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. അങ്ങനെ അടുത്ത ലോകകപ്പ് ആകുമ്പോൾ 43 വയസ്സ് 43ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി കളിക്കുമോ എന്നുള്ളത് സംശയകരമാണ്. അറിയില്ല, വ്യക്തതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ലോക ഫുട്ബോളിലെ ആ ജയം സ്പെയിൻ ടീം എങ്ങനെ നേടി എന്നുള്ളതാണ് കാണേണ്ടത് തോന്നുന്നു. കാരണം എക്സ്ട്രാ ടൈമിലെ ഗോളിലായിരുന്നു സ്പാനിഷ് ടീമിന്റെ ആ വിജയം. ഫെറാൻ ടോറസ്, ആ പേര് 7ാം നമ്പറുകാരൻ, CR7 7 എന്നാണെങ്കിലും ലോക ഫൈനലിൽ അർജന്റീനയുടെ ആരാധകർക്ക്, അർജന്റീനയുടെ എതിരെ നിൽക്കുന്ന ആരാധകർക്കൊക്കെ സന്തോഷകരമായി തോന്നുന്നു ഫെറാൻ ടോറസിന്റെ ആ ഗോൾ നേട്ടത്തോടുകൂടി. അങ്ങനെ ആ നേട്ടത്തിൽ തീർത്തും കളം മങ്ങിയ മെസ്സി, തീർത്തും കളം മങ്ങിയ അർജന്റീന. ശരിക്കും അർജന്റീനയെ, ഈ മെസ്സിയെ പൂട്ടുന്നതിൽ സ്പാനിഷ് സംഘം വിജയിച്ചു. അക്ഷരാർത്ഥത്തിൽ സ്പെയിനിന്റെ മിഡ്ഫീൽഡ് ഗംഭീരമായി കളിച്ചു എന്നുള്ളതാണ് സന്തോഷകരം. സ്പെയിനിന്റെ മിഡ്ഫീൽഡ് അതിഭീകരമായി തന്നെ ആ മത്സരത്തിൽ കളം നിറഞ്ഞു നിന്നു. ആ മിഡ്ഫീൽഡാണ് മത്സരം നിയന്ത്രിച്ചതും ആ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഇത്തരം ഒരു തോൽവിക്ക് വഴിയൊരുക്കിയതും. അർജന്റീനയാകട്ടെ ഒരു സാഹചര്യവും ഉണ്ടാക്കിയില്ല ആ മത്സരത്തിൽ. 117ാമത്തെ മിനിറ്റിലാണ് ആദ്യമായിട്ടൊരു ആക്രമണം പോലും അർജന്റീന നടത്തുന്നത്. ഈ 2-2 തവണയാണ് അർജന്റീന ഒരു ഷോട്ട് ഉതിർത്തത് എന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമാകും ഈ ഫൈനലിൽ സ്പെയിൻ്റെ ഒരു ആധിപത്യം. അവർ എന്ത് കരുതി വെച്ചിരുന്നു അത് വ്യക്തമായി അവർ നടപ്പിലാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അർജന്റീന സ്പെയിൻ പോരാട്ടത്തിൻ്റെ ഒരു രസകരമായിട്ടുള്ള മത്സര ചിത്രമല്ല നമ്മൾ സ്കോർ കാർഡിൽ കാണുന്ന പോലെ. ഏകപക്ഷീയമായിരുന്നു ആ മത്സരം. അതിനൊപ്പം തന്നെ അർജന്റീനയ്ക്ക് ആ ജയം അത് അന്യമായി പോയി. ലോക ചാമ്പ്യന്മാർക്ക് ഈ വിശ്വവേദിയിൽ കിരീട തുടർച്ച അല്ലെങ്കിൽ ഭരണ തുടർച്ച എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് രസകരം. ലയണൽ മെസ്സി വീണ്ടും കരഞ്ഞുപോയി. അജ്മൽ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്, വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജ്മൽ, അങ്ങനെ ലയണൽ മെസ്സിയുടെ കണ്ണീർ ഒരിക്കൽ കൂടി വീണു മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ. ഒരു തരത്തിലും അർജന്റീനയ്ക്കോ ലയണൽ മെസ്സിക്കോ മറ്റ് താരങ്ങൾക്കോ അവസരം നൽകിയിരുന്നില്ല സ്പെയിൻ. സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. എന്തായിരുന്നു മത്സരത്തിന്റെ ഒരു പൊതുചിത്രം? എൽദോ, നമ്മൾ മത്സരം ഒന്നും കൂടി പരിശോധിക്കുകയാണെങ്കിൽ മത്സരം തികച്ചും ഏകപക്ഷീയമായിരുന്നു. എന്ന് വെച്ചാൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി തന്നെയാണ് സ്പെയിൻ ഉടനീളം എക്സ്ട്രാ ടൈമിൽ 120 മിനിറ്റും കളിച്ചത്. 118ാമത്തെ മിനിറ്റിൽ മാത്രമാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഒരു ഷോട്ടെങ്കിലും അടിക്കാൻ പറ്റിയത്. അതുവരെ അർജന്റീനയുടെ ആക്രമണ നിരയെ എന്തിനധികം പറയണം, ആ ഗോൾ പോസ്റ്റ് അടുത്തോട്ട് പോലും സ്പെയിൻ്റെ ഡിഫൻസ് കിടക്കാൻ അനുവദിച്ചില്ല. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു സ്പെയിൻ കാഴ്ചവെച്ചത്. അത് അവരുടെ റിസൾട്ടിലും കാണാൻ സാധിച്ചു. ഒരു പക്ഷേ അർജന്റീനിയൻ സ്കോഡിൽ എമിലിയാനോ മാർട്ടിൻസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ, ആ കാവൽമാലാക ഇല്ലായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സ്കോർ കാർഡ്. അദ്ദേഹം 11 സേവാണ് ഈ ഒറ്റ മത്സരത്തിൽ നടത്തിയത്. അതുകൊണ്ട് ഒരു റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് ഇപ്പോൾ എമിലിയാനോ മാർട്ടിൻസിൻ്റെ പേര് തന്നെയാണ്. അതുപോലെ തന്നെ അർജന്റീനയ്ക്ക് വേറൊരു നമുക്കൊരു നാണംകെട്ട റെക്കോർഡും കിട്ടി. അത് മറ്റൊന്നുമല്ല, 90 മിനിറ്റും ഒരു ഷോട്ട് പോലും അടിക്കാൻ കഴിയാത്ത ഒരു ടീമായി മാറിയിരിക്കുകയാണ് അർജന്റീന. 90 മിനിറ്റിൽ ഒരു ഷോട്ട് പോലും അവർക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. എക്സ്ട്രാ ടൈമിലെ 118ാം മിനിറ്റ്, അത് നിങ്ങൾ നോക്കണം, വെറും 2 മിനിറ്റ് മാത്രം ശേഷിക്കുക കളി അവസാനിക്കുക. ആ ഒരു സമയത്താണ് അർജന്റീന ഒരു ഷോട്ട് അടിക്കുന്നത്, അതും മെസ്സി ക്രിയേറ്റ് ചെയ്തൊരു ചാൻസിൽ. അതുവരെ മെസ്സിയെ അനങ്ങാൻ പോലും സ്പാനിഷ് ഡിഫൻസ് നിര, പ്രതിരോധ നിര അനുവദിച്ചതില്ല. അത് തന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മാച്ചിൻ്റെ ഓരോ നിമിഷം നോക്കുകയാണെങ്കിൽ 93ാം മിനിറ്റ് എൻസോ ഫെർണാണ്ടസിൻ്റെ റെക്കോർഡ് വാങ്ങിച്ചു പോയ നിമിഷം അതുവരെ അതിനുശേഷം 10 പേരാട് ചുരുങ്ങിയിട്ടാണ് അവർ മത്സരം പൂർണ്ണമായിട്ടും കളിക്കാൻ നോക്കിയത്. പക്ഷേ എന്തോ 106ാം മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ ഒരു ഗോളിൽ, നമ്മൾ ഫെറാൻ ടോറസിൻ്റെ ഗോളിനൊരു മാധുര്യമുണ്ട്.
ഈ വേൾഡ് കപ്പ് തുടങ്ങിയ അന്ന് മുതൽ സ്പെയിൻ കളിക്കാർ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ട്രോളുകളും ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ താരമായിരുന്നു ഫെറാൻ ടോറസ്. തനിക്ക് ഫെറാൻ ടോറസിന് ഒരു പന്തോ ഒരു അസിസ്റ്റോ കൊടുത്തു കഴിഞ്ഞാൽ താൻ അത് ഗോൾ പോസ്റ്റിന് അടിക്കുന്ന പകരം അത് നേരെ അടിച്ചു കഴിയുന്നത് ഗാലറിയിലേക്കാണെന്ന രീതിയിലുള്ള ട്രോളുകൾ നിറഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ തന്നെയാണ് ഈ സ്പെയിൻ്റെ വേൾഡ് കപ്പിന് രണ്ടാം ലോക കിരീടം ചൂടാൻ വേണ്ടിയുള്ള ആ ഗോൾ അടിച്ചത് തന്നെ. അതൊരു ആ ഗോളിന് ഏറെ മാധുര്യം നൽകുന്ന ഒരു മധുര പ്രതികാരം കൂടിയാണ് ഫെറാൻ ടോറസിൻ്റെ. തൻ്റെ വിമർശകരെയും തന്നെ വെറുക്കുന്നവർക്കും എഴുതിയ എന്താണ് ഒരു മറുപടി കൂടിയാണ് ഫെറാൻ ടോറസിൻ്റെ ആ ഗോൾ. ആ ഗോളിൽ സ്പെയിൻ ജയിച്ചു. സ്പെയിൻ്റെ വിജയത്തിന് മാധുര്യം, അതുപോലെ തന്നെ ഫെറാൻ ടോറസിൻ്റെ ആ ഒരു തിരിച്ചുവരവിന് ഒരു മാധുര്യമുണ്ട്. റൈറ്റ്, അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും സ്പെയിൻ്റെ ജയം അത് ആധികാരികമായിരുന്നു, നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ ലോകത്തിൻ്റെ പുതിയ അധിപന്മാർ അത് സ്പെയിനാണ്. അർജന്റീനയെ എക്സ്ട്രാ ടൈമിലെ ആ ഗോളിൽ വീഴ്ത്തി സ്പെയിൻ അങ്ങനെ കിരീടം ചൂടി. ന്യൂജേഴ്സിയിൽ മത്സരത്തിൽ ഉടനീളം സമഗ്രാധിപത്യം പുലർത്തിയാണ് സ്പെയിൻ ജയിച്ചത്. 93-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാട് കിട്ടി. എൻസോ ഫെർണാണ്ടസ് പുറത്തായതുകൂടി ചെയ്തതോടെ 10 പേരുമായിട്ടാണ് അർജന്റീന ഈ മത്സരം പൂർത്തിയാക്കിയത്. നമുക്ക് റിപ്പോർട്ട് കാണാം. അർഹിച്ച കരങ്ങളിലാണ് ലോക കിരീടമെത്തിയത്. കണ്ണീർ വാർക്കുന്ന മെഷിഹ സങ്കടക്കാഴ്ചയായെങ്കിലും വിശ്വം ജയിക്കാൻ കൂട്ടായ പ്രയത്നം മതിയായ തീരുവെന്ന് ബോധ്യപ്പെടുത്തി സ്പാനിഷ് പട. ഇനി സ്പെയിനിന്റെ ഭരണമാണ്, സ്പാനിഷ് റൂൾ. മെസ്സിഹ നിശബ്ദനായിരുന്നു ന്യൂജേഴ്സിയിൽ. മെസ്സിയെ നിശബ്ദനാക്കി എന്ന് പറയുന്നതാകും ഉചിതം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനെ തൊടാൻ വിടാതിരിക്കുക എന്ന ആദ്യ തന്ത്രം തന്നെ വിജയിപ്പിച്ചു സ്പെയിൻ. അലസമായ പാസുകൾ അർജന്റീനയ്ക്ക് വാരിക്കുഴി തീർത്തു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ 11 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്കോർ കാർഡ്. മൂർച്ചയില്ലാത്ത സ്പാനിഷ് ആക്രമണവും അർജന്റീനയ്ക്ക് കരുതലായി. തന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കാറുള്ള ലയണൽ സ്കലോണി ഇത്തവണ നിരായുധനായിരുന്നു വെള്ളവരക്കരികിൽ. റോദ്രിയുടെ കാലുകളിൽ മെനഞ്ഞ നീക്കങ്ങളാൽ സ്പെയിൻ കാളക്കൂറ്റിനെ പോലെ പലവട്ടം അർജന്റീൻ ബോക്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. അങ്ങനെ ഗോളില്ലാ കളി നിശ്ചിത സമയം പൂർത്തിയാക്കുന്നു എന്ന ഘട്ടത്തിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാട്. 10 പേരുമായി അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ ആദ്യ പകുതി കടന്നെങ്കിലും 106-ാം മിനിറ്റിൽ അനിവാര്യമായ ആ ഗോളെത്തി. നിക്കോ വില്യംസിന്റെ ബാക്ക് ഹെഡറിൽ നിന്ന് ഫെറാൻ ടോറസ് ലോക കിരീടത്തിലേക്ക് ഒരു ഷോട്ട് തീർത്തു. പിന്നീടെല്ലാം ഔപചാരികത മാത്രം. 20 ഷോട്ടുകൾ എടുത്ത സ്പെയിന് മുന്നിൽ അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ 2 എണ്ണം മാത്രം. 858 പാസുകൾ സ്പെയിൻ കൂട്ടിയിണക്കിയപ്പോൾ അർജന്റീന നടത്തിയത് 456 എണ്ണം മാത്രം. കയ്യാങ്കളിയിൽ തീർന്ന പോരിനൊടുവിൽ ഓർമ്മയിൽ നിലനിൽക്കുക സ്പാനിഷ് വിജയാഘോഷമാണ്. ലോക ഫൈനൽ തോൽക്കാത്ത സ്പെയിന് ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. ഫൈനലിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി വികാരാധീനനായി. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞാണ് സ്കലോണി വാർത്താ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങിയത്. Habría que hablarlo. Yo al presidente le estoy agradecido por haberme dado la oportunidad esta de estar en el lugar. De estar en el lugar que estoy, es el lugar soñado para todos. Hemos intentado hasta el último momento dar el máximo como cuerpo técnico, los jugadores, y creo que es justo que me pueda tomar este tiempo y pensarlo. Este lugar es maravilloso, maravilloso. Es un lugar soñado
que en mi vida pensé que... A ver si paro, porque no soy capaz. En mi vida pensé que pensamos todos los chicos del cuerpo técnico estar en ese lugar. Entonces para seguir se necesitan un montón de cosas, sobre todo volver a resetearse, volver a formar un grupo como este. Que difícilmente se vuelve a formar y me duele el alma. Lo siento. പൊട്ടിക്കരഞ്ഞു പോകുന്ന ലയണൽ സ്കലോണി, പൊട്ടിക്കരഞ്ഞ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ലയണൽ മെസ്സി, ഈ അർജന്റീന ആരാധകർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ദൃശ്യങ്ങളല്ല ലോകവേദിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് വാസ്തവം. ജോസഫ് ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഫുട്ബോൾ കമന്റേറ്ററൊപ്പം ഫുട്ബോൾ അനലിസ്റ്റ്. ജോസഫ്, ലയണൽ സ്കലോണി വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ എങ്ങലടിച്ചാണ് അയാൾ തിരികെ പോയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന്. ലയണൽ മെസ്സിയെ നമ്മൾ കണ്ടു ആ പുൽത്തകിടിയിൽ ഇരുന്ന് കരയുന്നത്. മെറ്റ് ലൈഫിൽ ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയുടെ കണ്ണീര് വീഴുകയാണ്. പക്ഷേ ഈ മത്സരത്തിൽ സ്പെയിൻ്റെ സമഗ്രാധിപത്യമാണെന്ന് പറയാതെ വയ്യ. സ്പെയിൻ അർഹിച്ച ജയമാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു അർജന്റീന ഗോൾ സമനില പിടിക്കുകയും പെനാൾട്ടി ഷൂട്ടറിലേക്ക് പോയിരുന്നുവെങ്കിൽ അത് ഫുട്ബോളിനോട് നീതിയാകുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് അർജന്റീന ആരാധകർ പോലും സമ്മതിക്കുകയും ചെയ്യും. ഈ മത്സരത്തിൽ എന്താണ് അർജന്റീനയ്ക്ക് സംഭവിച്ചത് ജോസഫ്? അർജന്റീനയ്ക്ക് കളിക്കാനേ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണോ ലിയണൽ സ്കലോണി 3 മാറ്റങ്ങളുമായിട്ട് ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. സ്പെയിന്റെ പരിശീലകൻ ലൂയിസ് ഡിലാഫ്യൂവിന്റെ എന്താണോ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യ 11 അതേപടി നിലനിർത്തിയപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തന്റെ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന്. അത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ സാധിച്ചു. എന്താണോ ഫ്രാൻസിന് പറ്റിയ അബദ്ധം സ്പെയിനെതിരെ, 2 മിഡ്ഫീൽഡേഴ്സുമായി സ്പെയിനെതിരെ പോയി, 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സുമായിട്ട് ആ സ്പെയിൻ അവരായിട്ട് വട്ടം കറക്കി, പന്ത് കൊടുത്തില്ല, പൊസിഷൻ കൊടുത്തില്ല, മുഴുവൻ ആധിപത്യവും അവരുടെ കയ്യിലായിരുന്നു. മിക്കപ്പോഴും നമ്മൾ ചേസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് താരങ്ങളെ, കിലിയൻ എംബാപ്പെ അടക്കം കണ്ടത്. അതിന്റെ ഒരു തനി ആവർത്തനമായിരുന്നു. അതിന്റെ ഒരു തനി ആവർത്തനമല്ല, അതിനേക്കാളും എക്സ്ട്രീം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അർജന്റീന കളിക്കാനാണോ വന്നതെന്ന് എന്ന് പോലും പലപ്പോഴും സംശയം തോന്നിപ്പോയി. ഈ ഗ്രൗണ്ടിൽ ഒരു ടീമേ ഉണ്ടായിരുന്നുള്ളൂ ജയിക്കാൻ വേണ്ടി കളിച്ചത്. അവർ അർഹിച്ച വിജയം തന്നെ. 1-0 എന്നുള്ള സ്കോർ ലൈൻ അവരോട് നീതി കാണിക്കുന്നില്ല എന്നേ പറയുള്ളൂ. സ്പെയിൻ അർഹിച്ച വിജയം തന്നെ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്കലോണിയുടെ തന്ത്രങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. എക്സാക്ട്ലി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എൻസോ ഫെർണാണ്ടസിന്റെ 2ാമത്തെ മഞ്ഞക്കാട്, നമുക്ക് ഫെറാൻ ടോറസിന്റെ ഗോളിലേക്ക് എത്താതിന് മുമ്പ് എൻസോ ഫെർണാണ്ടസിന്റെ 2ാമത്തെ മഞ്ഞക്കാട്, ഒരു മഞ്ഞക്കാട് കിട്ടി നിൽക്കുന്ന സാഹചര്യമാണ് എൻസോയ്ക്ക്. ആ സമയത്ത് ഒരു സെക്കൻഡ് യെല്ലോ കൊടുക്കാനുള്ള പാകത്തിനുള്ള ഒരു ഫൗൾ ഉണ്ടായിരുന്നു എൻസോയ്ക്ക്. യെസ്, അവിടെ അഗ്രസീവ് ആയിട്ടാണ് ക്ലോസ് ഡൗൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കോണ്ടാക്ടിന്റെ സ്റ്റോപ്പ് ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റിലാണ് എൻസോ ശ്രമിക്കുന്നത്. ലാസ്റ്റ് സെക്കൻഡിലാണ്, മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് സെക്കൻഡിലാണ് ശ്രമിക്കുന്നത്. പക്ഷെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന അഗ്രഷന്, ആ ഇന്റന്റിനാണ് അവിടുത്തെ സെക്കൻഡ് യെല്ലോ വരുന്നത്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് സെക്കൻഡ് യെല്ലോയുടെ തീരുമാനം കറക്റ്റ് ആണ്. പക്ഷെ അവിടെ അതിനേക്കാളും വിഷമിപ്പിക്കുന്ന നിസാരമായിട്ടുള്ള കാഴ്ച, അതിനുശേഷം ലിയോണൽ മെസ്സി മാർക്ക് കുക്കുറേക്ക് ഒരു റെഡ് കാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ച കാഴ്ച തീർത്തും ശോചനീയമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മത്സരശേഷം കയ്യാങ്കളിയിലൊക്കെ കാര്യങ്ങൾ പോയി. ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഫൈനലായിരിക്കും പ്രത്യേകിച്ചും അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ എന്ന് കരുതി. പക്ഷേ ആ ഫൈനൽ വിസിലിന് ശേഷം എടുത്തിട്ടടിക്കുന്ന അർജന്റീന താരങ്ങളെ കണ്ടു. അതൊട്ടും ഫുട്ബോളിനും ഫുട്ബോളിന്റെ സംസ്കാരത്തിനും ഭൂഷണമല്ല എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും ഫുട്ബോള് നമ്മുടെ കളിക്കളത്തിൽ എന്തൊക്കെ നടന്നാലും ഫൈനൽ വിസിലിന് ശേഷം കൈകൊടുത്ത് പിരിയുന്ന ഒരു സ്പോർട്ടാണ്. അതിനുശേഷം നമ്മള് ഇപ്പം ഇതേപോലത്തെ ഒരു കാഴ്ച ഇതിന് മുമ്പ് കണ്ടത് പരാഗ്വേ ഫ്രാൻസ് മത്സരത്തിന് ശേഷമാണ്. അത് കയ്യാങ്കളിയായിരുന്നു. അതിനുശേഷം ഫ്രാൻസ് താരങ്ങൾ കൈകൊടുക്കാൻ സമ്മതിച്ചു. പക്ഷെ അത് അവിടെ തീർന്നു, അവർ റിയാക്ട് ചെയ്തില്ല. പക്ഷെ ഇത് ഒരു ലോക ഫൈനലാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കായിക മാമാങ്കത്തിന് ശേഷം അങ്ങനത്തെ ഒരു കയ്യാങ്കളിയിലേക്ക് പോയത് തീർത്തും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. അവിടെ ശരിക്കും പറഞ്ഞാൽ വിന്നിംഗ് ടീമിനെ നമ്മൾ അവിടെ അവരുടെ വഴിക്ക് വിടണം എന്ന് പറയും. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ജയിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, തോൽക്കാനും പഠിക്കണം. നമ്മളെ സ്പോർട്ട് പഠിപ്പിക്കുന്ന ഏതൊരു മത്സര രീതിയും കായിക രംഗവും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ
പഠനം, നമുക്കുള്ള ഏറ്റവും വലിയ പാഠം അതാണ്. എങ്ങനെ കളിക്കുന്നു എന്നതിലുപരി എങ്ങനെ ജയിക്കുന്നു, എങ്ങനെ തോക്കുന്നു. നമുക്ക് ജയിക്കുമ്പോൾ നമ്മൾ ഗ്രേഷ്യസ് ആയിരിക്കണം, തോൽക്കുമ്പോൾ നമ്മൾ എതിരാളികളെ അഭിനന്ദിക്കാൻ പഠിക്കണം. ഇത് രണ്ടും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഫൈനലിലെ ശോഭ കെടുത്തി. എന്തൊക്കെ പറഞ്ഞാലും സ്പെയിനിന്റെ പെർഫോമൻസിനെ നമുക്ക് ഒരിക്കലും എഴുതള്ളാൻ പറ്റില്ല. അവര് നേരത്തെ പറഞ്ഞ പോലെ 1-0 ജയിച്ചുള്ളൂ, അതിന് എക്സ്ട്രാ ടൈം വേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അത്ര മനോഹരമായിട്ടാണ് അവർ കളി നിയന്ത്രിച്ചത്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ എമിലിയാനോ മാർട്ടിനസിന്റെ സേവുകൾ മിക്കതും സ്ട്രേറ്റ് ഷോട്ടുകളായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സ്പെയിന്റെ ഡൊമിനേഷൻ, അവരുടെ ആ ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ്, നമ്മൾ ഇതിനു മുമ്പും മിക്കേൽ മെറീനോ സൂപ്പർ സബായി ഗോൾ അടിച്ച കളികളിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫെറാൻ ടോറസ് ആണ് സബായിട്ട് ആദ്യം വന്നിട്ട് കളി മാറ്റിമറിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്മെന്റും ഇതൊക്കെയാണ് ഒരു ഗോളിൽ സൂപ്പർ സബായി മിക്കേൽ മെറീനോ ജയിപ്പിച്ച ഒരു ഗോളിൽ നിർണായകമായ ഒരു അസിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഗോൾ അടിച്ച് അദ്ദേഹം തന്നെ ജയിപ്പിച്ചത് ഒരു കാവ്യനീതിയുമായി. റൈറ്റ്. ഇനി ഞാൻ എന്തായാലും ഈ എമിലിയാനോ മാർട്ടിനെ ഇത് പറഞ്ഞു പോകാം. കാരണം 11 സേവുകൾ, അത് സ്ട്രെയിറ്റ് ഷോട്ടുകളായിരുന്നെങ്കിൽ പോലും മാർട്ടിനസിന്റെ പ്രകടനമാണ് എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൽ ലയണൽ മെസ്സിയേക്കാൾ മുകളിൽ നിൽക്കുന്നത്. അർജന്റീനയുടെ ആ 11 പേരെ എടുത്തു നോക്കുമ്പോൾ മെസ്സിയെ വളരെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ സ്പെയിനിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി വിജയിച്ചു. കാരണം മെസ്സി ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ടോ എന്ന് പലകുറി നമ്മൾ സ്ക്രീനിൽ തിരയുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും മെസ്സിക്ക് സപ്ലൈ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തു. മെസ്സിയിലേക്ക് പന്ത് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ആദ്യ പകുതിയിൽ ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ 3-4 തവണ മാത്രമാണ് മെസ്സി പന്ത് തൊട്ടിരുന്നത്. മൊത്തം നോക്കുകയാണെങ്കിലും ഒരു 50 ടച്ചിനോടടുത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചിട്ടില്ല. കാരണം അതിന്റെ ഒരു ആവശ്യകത നമുക്ക് അവിടെ തോന്നിയില്ല. കാരണം അതുപോലെയാണ് മെസ്സിയെ നിശബ്ദനാക്കിയത്. ഡീപ്പായിട്ടൊന്നും പലപ്പോഴും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്ന മെസ്സിയാണെന്ന് ഓർക്കണം. പന്ത് കിട്ടിയില്ലെങ്കിൽ അത്രയും പുറകോട്ട് ഇറങ്ങി വരുന്ന ഒരു താരമാണ്. എന്നിട്ട് പോലും നമ്മള് പൊതുവെ റൊണാൾഡോ ഓഫ് കളർ ആകുമ്പോൾ ടച്ച് കുറവാന്ന് പറയുന്ന പോലെ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു മെസ്സിയുടേത്. മറുവശത്ത് ഇന്ന് അർജന്റീന നിരയിൽ ആരെങ്കിലും ഒരാൾ കയ്യടി അർഹിക്കുന്നുണ്ടെങ്കിൽ അത് എമിലിയാനോ മാർട്ടിനസ് മാത്രമാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്കോർ ലൈൻ ഒരു വലിയ വ്യത്യാസത്തിൽ സ്പെയിൻ ജയിച്ചേനെ. സേവുകൾ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ്, കൃത്യമായി എവിടെയാണോ പൊസിഷൻ ചെയ്യേണ്ടത്. ഗോൾ കീപ്പറുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോലി ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക. നേരെയാണ് ഷോട്ട് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷനിങ് കൃത്യമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് തന്നെ ആ ഗോൾ കീപ്പർ അദ്ദേഹത്തിന്റെ ബേസിക്സ് കൃത്യമായിട്ട് ചെയ്യുന്നു. ചിലപ്പോൾ പന്ത് കൈപ്പിടിയിൽ ഒതുക്കാനൊക്കെ ഒരല്പം പാടുപെട്ടിട്ടുണ്ട്. എന്നാൽ പോലും 11 സേവുകൾ നിസ്സാരമല്ല. ഇതിനു മുമ്പത്തെ ലോകകപ്പ് റെക്കോർഡ് 8 സേവ് ആയിരുന്നു ഒരു ഫൈനലിൽ. 11 സേവുമായ ആ റെക്കോർഡ്, ഏറ്റവും അധികം സേവുകൾ നടത്തിയ ഫൈനലിൽ ഏറ്റവും അധികം സേവുകൾ നടത്തിയ ഗോൾ കീപ്പർ എന്നുള്ള റെക്കോർഡ് എമിലിയാനോ മാർട്ടിനസ് സ്വന്തമാക്കി. എക്സാക്ട്ലി. ഞാൻ എന്തായാലും ജോസഫിലേക്ക് എത്താം. ഞാൻ ഈ കൊച്ചിയിലെ ചില ആരാധകരിലേക്ക് ഇത് പോയി വരാൻ തോന്നുന്നു. ഒരുപാട് ആരാധകർ കൊച്ചിയിലുണ്ടായിരുന്നു. അവർ മിക്കവരും അർജന്റീനയുടെ ജയം ആഗ്രഹിച്ചെത്തിയവരാണ്. സ്പെയിൻ ഗംഭീര പ്രകടനമാണ് നടത്തിയതെന്നും ഇഷ്ട ടീം തോറ്റതിൽ നിരാശയുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത്. മെസ്സി ഇനിയും കളി തുടരും എന്ന് വിശ്വസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഡാനി പോൾ റിപ്പോർട്ടിലേക്ക്. എന്തായാലും മത്സരം സ്പെയിൻ കൊണ്ടുപോകുന്നു. വലിയ രീതിയിൽ അർജന്റീനയ്ക്ക് ആരാധകരുള്ള ഒരിടമാണ് കേരളം. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. നല്ല കളി, സ്പെയിൻ സൂപ്പറായിട്ട് കളിച്ചു. അതാണ് എന്തായാലും സ്പെയിന്റെ മത്സരം മികച്ചതായിരുന്നു എന്ന് തന്നെ. എന്തെങ്കിലും കളി മോശമായിരുന്നു അർജന്റീന. പൊതുവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു കപ്പ് എടുക്കുന്നതാണ് പ്രതീക്ഷ. പക്ഷെ കളി വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിപ്പോയില്ല. ആ രീതിയിലായില്ല അല്ലേ? അതെ. എങ്ങനെയുണ്ട്? നിരാശയായിപ്പോയോ? റെഫറി കാശ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ടത്. കാര്യം രണ്ടാമത്തിലെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അടി ഡയറക്റ്റ് ഫൗളും ഇല്ല, ഇൻഡയറക്റ്റ് ഫൗളാണ്. അപ്പൊ കാശ് മേടിച്ച് കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ 10 പേരായിട്ട് കളിക്കാൻ ഒരിക്കലും അർജന്റീനക്ക് പറ്റില്ല, നമുക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഡിഫൻസിലേക്ക് നിന്നിട്ടാണ് കളിച്ചോണ്ടിരുന്നത് വെച്ച്. അപ്പൊ ആ റെഫറി നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അതാണ് റെഫറിയുടെ ഏറ്റവും വലിയ വാല്യൂ. എന്തായാലും പല അഭിപ്രായങ്ങളും. സ്പെയിനും നല്ലോണം കളിച്ച് കിട്ടില്ല കളി. നല്ലായിരുന്നു ആണോ? എന്തായാലും കഴിഞ്ഞിറങ്ങിയാണോ? ഭയങ്കര വിഷമായി. ലാസ്റ്റിങ് ഇറങ്ങി മെസ്സിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറയാം. ഭയങ്കര. പക്ഷേ സ്പെയിൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കളിച്ചു. പക്ഷേ മെസ്സി, ഇവിടെ അർജന്റീന ഗോളി സൂപ്പർ.
അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ അടിച്ചേനെ ഗോൾ, നേരത്തെ കളി തീർന്നേനെ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. പക്ഷെ ഭയങ്കര ഒരു ഭയങ്കര ഒരു പെയിനാ. സോറി, മെസ്സി ജീവനാ. കാരണം എന്റെ മകൻ ഫുട്ബോൾ പ്ലെയറാണ്, ഹൈദരാബാദിലുള്ള. മെസ്സിയെ കണ്ടു ഹൈദരാബാദിൽ വന്നപ്പോഴേ നേരിട്ട്. മകനും മരുമകളും ഫുട്ബോൾ പ്ലെയറാണ്, രണ്ടുപേരും. മെസ്സി ആരാധകർ അവര് പിരിഞ്ഞു പോകുന്നില്ല. വലിയ സങ്കടത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം വലിയ രീതിയിൽ വിജയം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് മാറുന്നു എന്നതാണ്. വലിയ പ്രതീക്ഷയോടെ ആ സ്റ്റേഡിയത്തിൽ ഇവിടേക്ക് കളി കാണാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയവരെല്ലാവരും തന്നെ ഇറങ്ങുന്നു. എന്തായി, സങ്കടമായോ? വളരെ സങ്കടമായി. സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് ആണ്, കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ കപ്പ് അടിച്ചല്ലേ, ഫൈനൽ എത്തിയ സന്തോഷമുണ്ട്. ഞാൻ അർജന്റീന എത്തിയൊരു സന്തോഷമുണ്ട്. ഒരു വേൾഡ് കപ്പ് കിട്ടും വിചാരിച്ചു, സാരില്ല. സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മെസ്സിക്ക് ഇനിയും കളിക്കാം, ആൾ ഫോം തന്നെയാണല്ലോ. അപ്പൊ ഞങ്ങള് അർജന്റീന വിരുദ്ധ ബ്രസീൽ, ഇംഗ്ലണ്ട്, പോർച്ചുഗീസ് എല്ലാരും കൂടി ഞങ്ങളുടെ സ്പെയിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നണി ജയിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടോ? അല്ല, ശരിക്കും ഇന്നത്തെ കളി നോക്കിയാൽ വൺ സൈഡഡ് അല്ലേ. ഏറ്റവും നല്ല കളി കളിച്ചത്, നല്ല പാസിംഗ് ഗെയിം കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും മെസ്സിക്ക് അഭിമാനിക്കാം. മെസ്സി കുളിപ്പിച്ചൊരു പയ്യൻ മെസ്സിയുടെ കയ്യിൽ നിന്ന് ട്രോഫി ഉണ്ടായെന്ന് വിചാരിച്ചു. നല്ല കളി കളിച്ചു, നല്ല കളി. ഓക്കെ, എന്തായാലും എന്ത് തോന്നി കളി? അർജന്റീന ഇത്രയും വൃത്തികെട്ട കളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അർജന്റീനയുടെ എത്ര ഫൗളായിരുന്നു കളിച്ചിരുന്നത്. അത് അർഹതപ്പെട്ട കളിയാണ്. സ്പെയിൻ ജയിക്കേണ്ടത് തന്നെയാണ്. സ്പെയിൻ ആരാധകർ വരുമ്പോ തോന്നിയിരുന്നു 38 ദിവസം മുമ്പ് തുടങ്ങിയതാണ് ജയിക്കും എന്ന് പറയുന്നത്. ഇന്ന് ജയിച്ച് അടിപൊളി കളി, ഒന്നും പറയാനില്ല. നല്ല ബാക്കി ഫാൻസൊക്കെ പോണണ്ട. എന്തായാലും കൂടുതൽ നിശബ്ദത തന്നെയാണ്. കാരണം വലിയ രീതിയിൽ അർജന്റീനിയൻ ആരാധകരെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു സ്പെയിൻ ഫാൻസ് എന്നെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മികച്ച മത്സരം കണ്ട ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. മികച്ച കളി തന്നെയാണ് സ്പെയിൻ പുറത്തെടുത്തതെന്ന് അർജന്റീനിയൻ ആരാധകരും തന്നെ പറയുകയും ചെയ്യുന്നു. ഏതായാലും ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മെസ്സിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായിരുന്നോ ഇതെന്ന ഒരു സന്ദേഹം എല്ലാവരിലും ബാക്കി നിൽക്കുന്നു. എന്തായാലും ലോകകപ്പിന്റെ ഒരു ആവേശം ഒരു മാസക്കാലം നിറഞ്ഞു നിന്നിരുന്നു എന്നത് നിസ്സംശയം പറയാം. ബിഗ് സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ പലയിടങ്ങൾ, ക്ലബ്ബുകൾ, എല്ലായിടങ്ങളിലും പ്രദർശനം നടന്നിടങ്ങളിലെല്ലാം തന്നെ വലിയ ആരാധകരാണ്, കാഴ്ചക്കൂട്ടമാണ് എത്തിയത്. അങ്ങനെ ഒരു കളി ആരവത്തിന് കൂടെ സമാപനമാകുന്നു. മികച്ച മത്സരം കണ്ടതിന്റെ സന്തോഷത്തോടെ ആരാധകരും മടങ്ങുകയാണ്. ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ജോസഫ് ജോർജ്, എന്നാൽ ആരാധകർ ഈ പറയുന്നതിലെ നിരാശ സ്വാഭാവികമാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് അർജന്റീനയും ലയണൽ മെസ്സിയും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗമെന്ന് നമുക്ക് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്നതാണ്. ആ ഫുട്ബോൾ ആവേശമൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അർജന്റീനയുടെ ആദ്യ 11 പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആകെ പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ? പാരഡൈസിനെ ഒഴിവാക്കിയത് മുതൽ തുടങ്ങിയില്ലേ കാര്യങ്ങൾ? എന്തായിരിക്കും ആ ആലോചനയിലേക്ക് സ്കലോണി പോയത് എന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അറിയില്ല. നമ്മൾ ഇന്നലെ ഊഹിച്ചതുപോലെ അത് വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാനായിരിക്കാം. പക്ഷേ പന്ത് കിട്ടിയാലല്ലേ ആക്രമിക്കാൻ പറ്റുള്ളൂ. നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ഒരു ചിന്തയുമില്ല. പക്ഷെ അത് ഒരിക്കലും പരേഡസിനെ പിൻവലിച്ചുകൊണ്ടാവില്ല. മധ്യനിരയിൽ അവർ 4 പേരെ നിലനിർത്തുമെന്ന് തന്നെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവിടെയാണ് പരേഡസ് ഇല്ലാതായി പോയപ്പോഴുള്ള ഒരു വലിയൊരു വ്യത്യാസം. കാരണം അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത ഇല്ലാത്തതാണെങ്കിൽ ഒരിക്കലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ സഫായിട്ട് വരില്ലല്ലോ. വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ ആ കൊണ്ടുവന്ന എഡ്ജും നഷ്ടപ്പെട്ടു. അപ്പൊ പരേഡസിനെ എന്തിനാണോ അവിടെ ഉദ്ദേശിച്ചത്, നമ്മൾ പറയുന്ന പോലെ കുറച്ച് ടാക്ടിക്കൽ ഫൗളുകൾ, കുറച്ച് നിഗ്ലിംഗ് ഫൗളുകൾ, തന്ത്രപരമായി എതിരാളികളെ ചൊടിപ്പിക്കുന്ന ഫൗളുകളൊക്കെ ചെയ്ത് തുടക്കം മുതൽ, അതല്ലാതെ തന്നെ അർജന്റീന ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ. അവരുടെ ഒരു സ്ഥിരം ശൈലിയാണത്. അങ്ങനെ കളിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ മിഡ്ഫീൽഡിൽ അങ്ങ് ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇത് സ്ഥിരം ആവനാഴിയിൽ നിന്നും കളി തിരിച്ചു പിടിക്കാൻ എടുക്കുന്ന അസ്ത്രത്തെ ആദ്യം ഉപയോഗിച്ചും പോയി, പിന്നീട് തിരിച്ചു പിടിക്കാൻ അസ്ത്രങ്ങൾ ഇല്ലാതായി പോയി. അതാണെന്ന് ശരിക്കും സംഭവിച്ചത്. 70-ാം മിനിറ്റിൽ 5 സബ്സ്റ്റിറ്റ്യൂഷനും തീർന്നു സ്കലോണിയുടെ.
അത് കളിയിലെ ഓരോ മാറ്റങ്ങൾക്കും സ്പെയിൻ ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുമ്പോൾ അവർ ഡബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ അർജന്റീന കൊണ്ടുവരുന്നു, ചില ഫോഴ്സ്ഡ് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ സ്കലോണിയുടെ തന്ത്രങ്ങൾ ഇന്ന് വിജയിച്ചില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. ഒരു കളിക്കളത്തിൽ ഒരു തരത്തിലുള്ള മേധാവിത്വവും കിട്ടിയില്ല. റൈറ്റ്. ഞാൻ ജോസഫിലേക്ക് വീണ്ടും എത്താം. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൂടി പോയാൽ, അതായത് വേറെ ഒന്നുമല്ല, ആ ലോകകപ്പ് വേദിയിലെ പ്രധാന പുരസ്കാരങ്ങളെല്ലാം സ്വന്തമാക്കിയത് സ്പാനിഷ് താരങ്ങളാണ്. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രി സ്വന്തമാക്കി. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോണാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. കുബാർസി മികച്ച യുവതാരവുമായി. ഇനി ഗോൾഡൻ ബൂട്ട് നമുക്ക് സംശയമുണ്ടായിരുന്നില്ല, അത് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയ്ക്ക് തന്നെ ലഭിച്ചു. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തുപകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോണാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ജോസഫ്, ഏറെക്കുറെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു സ്പെയിൻ്റേത് എന്ന് പറയണം. കാരണം ഈ ടൂർണമെന്റിൽ ഒരു ഗംഭീര പ്രയാണം നടത്തിയ ഒരു സംഘം അത് ഫ്രാൻസാണ്. ആ ഫ്രാൻസിനെ വീഴ്ത്തിയാണ് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയത്. അപ്പോൾ അത് മുതൽ തന്നെ സ്പെയിൻ്റെ ടൂർണമെൻ്റാണ് എന്നുള്ളത് ഏറെക്കുറെ ഊഹിക്കാമായിരുന്നു, ഉറപ്പിച്ചിരുന്നു. ഈ ടൂർണമെന്റിൽ നമ്മളൊരു വൈൻഡപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഔട്ട്കമുകൾ? റോഡ്രിക്ക് ആ ഗോൾഡൻ ബോൾ കിട്ടിയെന്നുള്ളത് തന്നെ ഒരു വലിയ പോസിറ്റീവാണ്. പൊതുവെ ഗോളുകൾക്കും അസിസ്റ്റുകൾക്കും പുറകെ പോകുന്ന ഒരു പതിവുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മികച്ച കളിക്കാരൻ എന്തുകൊണ്ടാണോ സ്പെയിൻ വേൾഡ് കപ്പ് ജയിക്കാനുള്ള പ്രധാന കാരണം, ആ കാരണക്കാരന് തന്നെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അവാർഡ് കിട്ടിയതിൽ നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം ലിയോണൽ മെസ്സിക്ക് കൊടുക്കുക വളരെ എളുപ്പമുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷെ അവിടെ വളരെ ലോജിക്കലായി ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്, എങ്ങനെയാണ് ഫൈനലിൽ അർജന്റീനയെ നിലം തൊടിയിക്കാതെ പരാജയപ്പെടുത്തിയത്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ നോക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ റോഡ്രി. അത് തീർച്ചയായും അർഹിച്ച ഒരു അവാർഡ് തന്നെയാണ്. പൊതുവെ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത്. കാരണം ഏറ്റവും അധികം മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ ആൾക്ക് കൊടുക്കുകയാണല്ലോ എളുപ്പം സൊല്യൂഷൻ. പക്ഷെ അതല്ല, ഏറ്റവും അധികം മത്സരങ്ങൾ നിയന്ത്രിച്ച് ഏറ്റവും മികച്ച പ്രകടനം പുറത്തൊരു താരത്തിന് കൊടുത്തു. ഇനി സ്പെയിനിന്റെ ഒരു ഫ്യൂച്ചർ സിസ്റ്റം നോക്കുന്നതായിരിക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കുബാർസിക്ക് യങ് പ്ലെയർ അവാർഡ് കിട്ടിയത് പറഞ്ഞു. അതുപോലെ സ്പെയിനിന്റെ ഒരു സിസ്റ്റം, അവരുടെ പരിശീലകനെ നമ്മൾ നോക്കുക, അവരുടെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വന്ന പരിശീലകനാണ്. ഒത്തിരി കാലങ്ങളായി ഈ യുവതാരങ്ങളുടെ പരിശീലിപ്പിച്ച് അങ്ങനെ അതേ ഒരു സിസ്റ്റത്തിൽ നിന്ന് മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നിക്കോ വില്യംസിന്റെ കാര്യം ഇന്നലെ ലൈനപ്പ് വന്നതിന് ശേഷം ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനെ നമ്മൾ സ്റ്റാർട്ട് പ്രതീക്ഷിച്ചിരുന്നു. യെസ്, ഒരുപക്ഷെ ഫിറ്റ് ആയിരുന്നെങ്കിൽ തുടർച്ചയായി അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്തു പോയേനെ. പക്ഷെ എപ്പോഴാണോ നിക്കോ വില്യംസിന് പരിക്ക് പറ്റിയത്, അതിന് പകരം ഓൾറെഡി അദ്ദേഹത്തിന്റെ റിപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ സെയിം ലൈക്ക് ഫോർ ലൈക്ക് അല്ല 100%. പക്ഷെ എന്നാൽ പോലും ആ റിപ്ലേസ്മെന്റ് അവിടെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടില്ല. അതായത് ഒരാൾക്ക് ഒരു അവസരം നൽകി കഴിഞ്ഞാൽ അവിടെ നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെടില്ല എന്നുള്ളതും, നല്ല പെർഫോമൻസിൽ എന്നും റിവാർഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഒത്തിരി അധികം ടൂർണമെന്റ് ഈ ലോകകപ്പിൽ നമുക്ക് 48 ടീമുകളോളം വന്നുകൊണ്ട് തന്നെ 104 മത്സരങ്ങൾ പിന്നിട്ടു, 300-ലധികം ഗോളുകൾ. അത് ഇന്നലെ രാവിലെ നമുക്കൊരു ഗോൾ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തിരിക്കാൻ ഒട്ടനവധി മെമ്മറികളുണ്ട്. ബൊസീഞ്ഞയും കാബോവറുടെയും ഈ അടുത്ത കാലത്തെങ്ങും ആളുകൾ മറക്കാൻ വഴിയില്ല. അങ്ങനെ ഒരു പ്രായഭേദമന്യേ 40 കഴിഞ്ഞ കാബോവറുടെ ഗോൾ കീപ്പർ ബൊസീഞ്ഞയും
19കാരനായ പാവു കുബാർസിയെ നമ്മൾ ഒരേ ശബ്ദത്തിൽ ഓർക്കുന്നുവെങ്കിൽ ഇത് ഈ ലോകകപ്പിന്റെ 48 ടീം ലോകകപ്പിന്റെ ഒരു വൻ വിജയം തന്നെയാണ്. 1286 കളിക്കാർ പങ്കെടുത്ത ഈ ലോകകപ്പിന്റെ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഫുട്ബോളിന്റെ വീണ്ടും ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്ട് വേറെ എങ്ങുമില്ല. എന്നാൽ പോലും അത് സാധാരണ നമ്മൾ കാണുന്നതിലുമൊക്കെ അപ്പുറത്തേക്ക് ഫുട്ബോളിന്റെ ഒരു വളർച്ച തന്നെയാണ് ഈ ലോകകപ്പിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ. അത് പ്രായഭേദമന്യേ ആൾക്കാർ നെഞ്ചിലേറ്റുന്നു എന്നുള്ളത്. റൈറ്റ്. എനിവേ താങ്ക് യു സോ മച്ച് ജോസഫ്. കാരണം ഈ ലോകകപ്പിൽ ന്യൂസ് 18-നൊപ്പം എപ്പോഴും ചേർന്ന് നിന്നത് ജോസഫ് ജോർജാണ്. കൃത്യമായിട്ട് വിശകലനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായപ്പോൾ ഇത്രയും നാളുകൾ നമ്മോടൊപ്പം നിന്നതിനും ഒരുപാട് സന്തോഷം. ഫുട്ബോളത്തിൽ ഇത്രയും നാൾ പങ്കുവച്ചതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ജോസഫിനോടൊപ്പം. താങ്ക് യു ഫോർ ദ ലാസ്റ്റ് ടൈം ഫ്രം ദ വേൾഡ് കപ്പ് ഡെസ്ക്. താങ്ക് യു. താങ്ക് യു എൽദോ ആൻഡ് ന്യൂസ് 18 ടീം. ഇറ്റ് വാസ് എ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും വീണ്ടും കണ്ണീർ വേദിയായി മാറുകയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. തുടർച്ചയായ രണ്ടാമത്തെ ഫൈനലാണ് മെസ്സിയും അർജന്റീനയും ആ മെറ്റ്ലൈഫിൽ തോൽക്കുന്നത്. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷമായിരുന്നു അന്ന് മെസ്സിയുടെ ആ വിരമിക്കൽ പ്രഖ്യാപനമെന്നും ഓർക്കണം. കിരീടം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല മെസ്സിയും സംഘവും ഇക്കുറി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുൻപ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ശതാബ്ദി പതിപ്പിന്റെ ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജന്റീന വീണ്ടും തോൽവിയുടെ കൈപ്പറിഞ്ഞു ന്യൂജേഴ്സിയിൽ. അന്ന് ഫൈനലിൽ തോറ്റതിനു പിന്നാലെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ആ തീരുമാനം തിരുത്തിയാണ് മെസ്സി തിരിച്ചെത്തിയതും ലോകവിജയം നേടിയതും. 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് മെസ്സി പിന്നീട് നേടിയത്. വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ മെസ്സി കിരീടം നിലനിർത്തുമെന്ന് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചു. മെസ്സിയെ കണ്ണീരിലാഴ്ത്തിയ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ലോക കിരീടമുയർത്തി ആ കടം വീട്ടും എന്ന് ആരാധകർ കരുതി. പക്ഷേ ഒരിക്കൽ കൂടി മെസ്സിക്ക് കാലിടറി. കാലം മധുര പ്രതികാരത്തിന് നൽകിയ ആ അവസരം നഷ്ടപ്പെടുത്തി ഫുട്ബോൾ ദൈവം. അങ്ങനെ വീണ്ടും മെറ്റ്ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ വീണു. ഒരു കാര്യം ഉറപ്പ്, ഈ സ്റ്റേഡിയവും ഇവിടത്തെ 2 തോൽവികളും അർജന്റീന ആരാധകർക്ക് മറക്കാനാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കരഞ്ഞുകൊണ്ടാണ് ലയണൽ മെസ്സി ഒപ്പം ലയണൽ സ്കലോണി രണ്ടുപേരും ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നും പോകുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്കും അത്ര സന്തോഷകരമായ ഒരു രാവല്ല കടന്നുപോയത്. പക്ഷേ സ്പെയിൻ അത് അർഹിച്ചിരുന്നു. സ്പെയിൻ ഈ ജയം ആഗ്രഹിച്ചിരുന്നു. അത് അവർ നേടിയെടുക്കുകയും ചെയ്തു. അവരുടെ യുവതലമുറ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അർഹിക്കുന്നു. ഇനി സ്പാനിഷ് ഭരണമാണ് ഫുട്ബോൾ ലോകത്തിൽ. സ്പെയിൻ ഭരിക്കും. ഫുട്ബോളം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും രാവിലെയിൽ രഞ്ജിത്ത് രാമേന്ദ്രൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.